ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നമ്മുടെ ബാലചന്ദ്രൻ ബബിതയെ രോഹിതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുക, നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് വേണ്ട വസ്ത്രം, ആഹാരം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഞാനാണ്, നിങ്ങളുടെ അമ്മയല്ലല്ലോ. അപ്പോൾ അല്ലാന്ന് ബബിത പറയുകയാണ്. അപ്പോൾ എന്നിട്ടും എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. 2 ആൾക്കാർ വെളിയിൽ നിന്ന് വന്ന് ഞാൻ ഹോം നേഴ്സായിട്ട് വെച്ചിരിക്കുന്ന അലീനയെ പിടിച്ച് പുറത്താക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അതാണ് എൻ്റെ ചോദ്യമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. പക്ഷേ അതിന് ഒരു മറുപടിയും ബബിത പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ രോഹിത് അതിനുള്ള മറുപടി പറയണം. അച്ഛാ, വെളിയിൽ നിന്ന് വന്നവരെന്ന് പറയുന്നത് അന്യരല്ലല്ലോ, നമ്മുടെ കൊച്ചിച്ചനും ഹരിയും അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ ഹരിശങ്കറിൻ്റെ കാര്യമൊന്നും പറയണ്ട. ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് അലീനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതന്നല്ലേ. അന്ന് അലീന പരാതി കൊടുത്തിരുന്നെങ്കിൽ ഹരിശങ്കർ ജയിലിൽ കിടന്നത്. അവൻ ഒരു ക്രിമിനലാണ് നീ എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത് ഒന്ന് നെർവസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബബിത പറയുകയാണ്, അലീന ഇവിടെ നിൽക്കുന്നു. അലീനയോ? എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അലീന ചേച്ചി എന്ന് വിളിക്കുന്നത്. അലീന ചേച്ചി ഇവിടെ നിൽക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതാണ് മെയിൻ കാരണം. അല്ല നമുക്കൊന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെന്താണ് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത? നിങ്ങളുടെ കാര്യമൊന്നും നോക്കുന്നില്ലേ? അപ്പോൾ അലീന എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? എന്തെങ്കിലും ഒരു കുഴപ്പം അവൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കണം. അപ്പോൾ അതില്ല എന്നും ബബിത മറുപടി പറയണം. എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നിങ്ങനെ പറഞ്ഞാൽ മതിയുള്ളൂ. നിനക്ക് 19 വയസ്സായില്ലേ ബബിത, ഇനിയെങ്കിലും സ്വന്തമായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു പ്രാപ്തി ആയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് അലീനെ ഇങ്ങോട്ടായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അലീനെ ഞാൻ എൻ്റെ ദത്തുപുത്രിയായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എല്ലാ അവകാശങ്ങളും ഈ വീട്ടിൽ അവൾക്കും ഉണ്ടാവും. ഇനി എനിക്ക് 3 പെൺമക്കളും 1 ആൺകുട്ടിയാണ് എനിക്കുള്ളതെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. ഇതാണ് എൻ്റെ തീരുമാനമെന്നും ബാലചന്ദ്രൻ അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് വൈജയന്തിക്ക് വളരെയധികം ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല, അലീന ഇനി തൊട്ട് ഈ വീട്ടിലെ ഹോം നേഴ്സും സർവൻറ്റും ഒന്നുമല്ല, നിങ്ങളുടെ അതേ അധികാരവും സ്ഥാനവും എല്ലാം അലീനയ്ക്ക് ഉണ്ടെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. അപ്പോൾ പിന്നെ ഇതിൽ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിലോ മറ്റെങ്ങോട്ടെങ്കിലും പോകാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാമെന്ന് പറയുകയാണ്. അപ്പം ബബിത രോഹിത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ആർക്കെങ്കിലും എതിർ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആർക്കും ഒരു എതിർ അഭിപ്രായം ഇല്ല. എന്നാൽ ഞാൻ കുറച്ച് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ രോഹിത്തും പോവുകയാണ്. ബബിതയും ദേഷ്യത്തോടു കൂടി അകത്ത് കയറി പോവുകയാണ്. വൈജയന്തിക്ക് ഒട്ടും പോരാതെ വൈജയന്തി പോവുകയാണ്. അപ്പോൾ അവിടെ ശേഷിക്കുന്ന അലീനയും നമ്മുടെ കൃഷ്ണജ മോളുമാണ്. അപ്പോൾ കൃഷ്ണജ വന്ന് ചോദിക്കാൻ ചേച്ചിക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ വൈജയന്തി കൃഷ്ണജ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയിട്ട് കൃഷ്ണജയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, നിങ്ങൾ ഈ 2 ദിവസം എവിടെയായിരുന്നു ചോദിക്കുന്നത്. ഞങ്ങൾ റിസോർട്ടിൽ എന്തിനാണ് പോയത്? ഞങ്ങൾ അവിടെ ചെന്ന് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു, അവിടുത്തെ കാഴ്ചകൾ കൊണ്ട് നല്ല രസമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഏത് റിസോർട്ടാണെന്നാണ് ചോദിച്ചത്. അത് എനിക്ക് പേരൊന്നും അറിയില്ല, വേണമെങ്കിൽ അച്ഛൻ്റെ ബില്ലുണ്ട്, ഞാൻ അവിടെ അച്ഛൻ്റെ വാങ്ങിത്തരുന്ന ബില്ലും പുല്ലും ഒന്നും വാങ്ങിക്കേണ്ടെന്ന് വൈജയന്തി പറയുകയാണ്. അവിടെ നിങ്ങൾ ഒരു റൂമിലാണോ താമസിച്ചതെന്ന് ചോദിക്കണം. അലീനയോ? അപ്പോൾ അലീനയെ ഞാനും അച്ഛനും എല്ലാവരും ഒരു റൂമിലാണ് താമസിച്ചത്. അത് കിങ് സൈസ് കട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് 3 പേർക്കും കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ട് വൈജയൻ ഞെട്ടുകയാണ്. അതെ, ഞാൻ അലീന ചേച്ചി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചാണ് കിടന്നത്, ബാക്കി ഭാഗത്ത് അച്ഛനും കിടന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ കൊള്ളാമെന്നുള്ള രീതിയിൽ വൈജയൻ സംസാരിക്കുകയാണ്. എൻ്റെ അച്ഛൻ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കേട്ടോ പറയാം, അമ്മ എന്തൊക്കെ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അമ്മ ഇവിടെ വാശിയും ദേഷ്യവും എല്ലാം കളഞ്ഞിട്ട് അമ്മ അടങ്ങിയിരിക്കുന്നതാണ് അമ്മയ്ക്ക് നല്ലത്. വെറുതെ ജീവിതം കൊണ്ട് കളിക്കരുത്. അപ്പോൾ നിനക്ക് പറയാൻ മേലായിരുന്നു, എനിക്ക് ക്ലാസ് ഉണ്ട്, ഇങ്ങനെ പെട്ടെന്ന് വരണമെന്നൊക്കെ. ഞാൻ അതിൽ നിന്ന് വലിയ പാഠങ്ങൾ അവിടെ നിന്ന് പഠിച്ചെന്ന് കൃഷ്ണജ പറയുകയാണ്. അപ്പോൾ അലീനയും ബാലചന്ദ്രൻ നന്നായിട്ട് ഇതിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഞാൻ ഇതൊന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല, ഞാൻ ഇതിനെതിരെ മുന്നോട്ട് തന്നെ പോകും, എൻ്റെ ആങ്ങളമാരെ വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിനൊരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോവുകയാണ്. അപ്പോൾ കൃഷ്ണജ പിറകെ നിന്ന് വിളിച്ച് പറയണം, അമ്മ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കരുത്, അമ്മ ശരിക്കും തോറ്റു പോകുമെന്ന് പറയുകയാണ് കൃഷ്ണജ. അതൊക്കെ കഴിഞ്ഞിട്ട് വൈജയന്തി നേരെ അമ്മയുടെ റൂമിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഒരുപാട് പരിഭവങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുകയാണ്. അമ്മ കേട്ടില്ലേ, ബാലചന്ദ്രൻ അലീനെ ദത്തെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവൻ എന്നോട് പറഞ്ഞായിരുന്നു. ഇതൊക്കെ എവിടെ നടക്കും വൈജയന്തി? നീയാണ് ഈ പ്രശ്നങ്ങൾ
ഇതിനൊക്കെ കാരണമെന്ന് അമ്മ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറഞ്ഞ ആ പെങ്കൊച്ച് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി അവിടെ ആ മൂല ചുരുണ്ടുകൂടി കിടക്കുന്നതാണ്. നീയാണ് അതിനെ തോണ്ടിയും കുത്തിയും എല്ലാം ഇത്രയും പ്രശ്നമാക്കി ദത്തുപുത്രിയുടെ അവസ്ഥയിൽ വരെ കൊണ്ടെത്തിച്ചതെന്ന് അമ്മ കുറ്റപ്പെടുത്തുകയാണ്. അമ്മയ്ക്ക് എന്നെ കുറ്റപ്പെടുത്താൻ മതിയല്ലോ, ഞാൻ ഇവിടെ കിടന്ന് തീ തിന്നുന്നതൊന്നും അമ്മയ്ക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ വൈജയന്തി പറയുകയാണ്. എന്നിട്ട് വൈജയന്തി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ അന്നേ പറഞ്ഞാണ് എനിക്ക് വിവാഹമേ വേണ്ടെന്ന്, നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് എന്നെ ഈ പടുകുഴിയിൽ എത്തിച്ചതെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി കരയുകയാണ്. ഞാൻ എൻ്റെ ആങ്ങളമാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെ 100 വട്ടം ആവർത്തിച്ച് പറഞ്ഞില്ലേ എനിക്കൊരു വിവാഹം വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൊള്ളാമെന്ന്. നിങ്ങളാരും സമ്മതിച്ചില്ല. പക്ഷേ അതിൻ്റെ പരിണിത ഫലം ഇന്ന് അനുഭവിക്കുന്നത് ഞാനാണെന്ന് വൈജയന്തി പറയുകയാണ്. അപ്പോൾ അമ്മ പറയണേടി അതൊക്കെ 10-22 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ അതൊക്കെ ഇനി നീ വിട്ടുകളെ, നീ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതി മുന്നോട്ട് പോകുന്നൊക്കെ അമ്മ പറയുകയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യാനെന്നാണ്, ഞാൻ എന്തായാലും ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ എൻ്റെ മക്കളെ എൻ്റെ ഒപ്പം കൊണ്ടുപോകുമെന്നും വൈജയന്തി പറയുകയാണ്. എനിക്ക് ശിവേട്ടനെ രാജീവേട്ടനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. എൻ്റെ മക്കളും എന്നോടൊപ്പം കാണും, എനിക്കൊരു ജോലിയുണ്ട്, പിന്നെ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഞാൻ എൻ്റെ മക്കളെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്നും വൈജയന്തി പറയുകയാണ്. അമ്മ പറയുകയാണ്, ഇനി നീ വെറുതെ നിൻ്റെ ജീവിതം ഹോമിച്ച് കളയണ്ട, നീ ബാലചന്ദ്രനെ അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നതാണ് നിനക്ക് നല്ലതില്ലെങ്കിൽ നിനക്ക് നിൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, നിൻ്റെ മക്കളുടെ ജീവിതം അത് ഓർത്ത് വേണം ജീവിക്കാനെന്ന് അമ്മ ഉപദേശിക്കുകയാണ്. മാത്രമല്ല ഇനി അലീനെ ഇവിടെ നിന്ന് പറിച്ചു നടാനുള്ള വ്യാമോഹം ഒന്നും നിനക്ക് വേണ്ടെന്ന്, അതൊരു കാരണവശാലും നടക്കില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അല്ലേ വൈജയന്തി, ഇനി നീ ഒന്നിനും മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്, നീ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുക എന്ന് പറയണം. അപ്പോൾ വൈജയന്തി പറയണം, അതിന് ഞാൻ ഇനി ഒന്നേനും ജനിക്കണം, എനിക്കൊരു അന്തസ്സുണ്ട്, ഞാൻ ആരുടെ മുമ്പിൽ തോറ്റു തരില്ലെന്ന് വൈജയന്തി പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്